ഇനി പള്ളി നിർമ്മിക്കുന്നതിന് ഇസ്ലാം വലിയ പുണ്യം വാഗ്ദാനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ബനാ ലില്ലാഹി മസ്ജിദ യബ്തഗി ബിഹി വജ്ഹല്ലാഹ് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നah. മുത്തഫഖുൻ അലൈഹി. ആരെങ്കിലും പടച്ചതമ്പുരാന് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചാൽ, എന്നിട്ട് നബി പ്രത്യേകം എടുത്തു പറഞ്ഞു, യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അല്ലാഹുടെ പൊരുത്തം ആഗ്രഹിക്കുന്നു, പടച്ചവന്റെ നിന്ന് കൂലി കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടെ ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നah, സ്വർഗീയാരാമത്തിൽ പടച്ചതമ്പുരാൻ അവന് വേണ്ടി ഒരു ഭവനം ഒരുക്കി വെക്കുന്നതാണ്, ഒരു വീട് അവന് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പള്ളി നിർമ്മിക്കുമ്പോൾ പേരിനും പെരുമക്കും വേണ്ടി എന്റെ പേരയും ഉണ്ടാവണം, അതിന്റെ പേരയും കൊത്തിവെക്കണം, അതിന്റെ കല്ലുമ്പലിന്റെ പേരുണ്ടാവണം എന്നൊക്കെയുള്ള അഭിപ്രായത്തിൽ പല ആൾക്കാരും പല പള്ളികളും നിർമ്മിക്കാറുണ്ട്. അവരുടെ ആത്മാർത്ഥത അവർക്കേ അറിയൂ, നമ്മൾ വിമർശിക്കുകയല്ല. പക്ഷേ ഇസ്ലാം മൊത്തത്തിൽ പറയുന്നു, അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിക്കുക എന്നുള്ളത് ഏത് കാര്യത്തിലും ആവശ്യമായതുപോലെ പള്ളി നിർമ്മാണത്തിലും പടച്ചവന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും പള്ളി നിർമ്മിച്ചാൽ തത്തുല്യമായ ഒരു ഭവനം പടച്ചതമ്പുരാൻ അവന്റെ സ്വർഗീയാരാമത്തിൽ അവന് വേണ്ടി നിർമ്മിച്ചു കൊടുക്കും. നിർമ്മാണത്തിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില നിയമങ്ങൾ പറയുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തഖൂമു സ്സാഅ ഹത്താ യതബാഹ അന്നാസു ബിൽ മസാജിദി. അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഏതുവരെ ജനങ്ങൾ ഇങ്ങനെ മത്സരിക്കും, ജനങ്ങൾ ഫഖർ നടിക്കും, ബിൽ മസാജിദി, പള്ളികളെ കൊണ്ട് ഫഖർ നടിക്കുന്ന ഒരു കാലം വരും. വന്നില്ലേ? പ്രവാചകന്റെ ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിന്ന് പുലർന്നിരിക്കുകയാണ്. എല്ലാ വിഭാഗം ആളുകളും ഇന്ന് പള്ളി നിർമ്മാണത്തിൽ മത്സരിച്ചോടുകയാണ്, മത്സരിച്ച് നിർമ്മിക്കുകയാണ്. ഒരു മഹല്ലുണ്ടെങ്കിൽ ഞങ്ങളുടെ പള്ളിയുടെ മിനാരം എല്ലാവരുടെ പള്ളിയേക്കാളും കവച്ചു വെക്കണം എന്ന അടിസ്ഥാനത്തിൽ എല്ലാവരും അഹങ്കരിക്കുകയാണ് സത്യത്തിൽ നിന്ന് പള്ളികൾ മുഖേന. 10,000ങ്ങളുടെ പള്ളി, $10,000 പള്ളി, ലക്ഷങ്ങളുടെ പള്ളി, കോടികളുടെ പള്ളി. സമൂഹത്തിലെ തെറ്റക്കുടിലുകൾ ഉണ്ടെങ്കിലും കൂടി അവിടെയുള്ള പള്ളികൾ ഏറ്റവും അധികം ഉയർന്നു നിൽക്കുന്ന, എന്നാൽ അവിടെ ഹിദായത്തിന്റേതായ ഒരു അംശങ്ങളും കാണാത്ത രൂപത്തിൽ പള്ളികൾ ഇങ്ങനെ പുറമോടി ഊട്ടി ഇങ്ങനെ നിർമ്മിക്കുന്ന വിഷയത്തിൽ ഇന്ന് ആളുകൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് അന്ത്യനാടിന്റെ ലക്ഷണമാണ്. ജൂത ക്രൈസ്തവ വർഗത്തെ പോലെ അവരാണ് ഈ പള്ളികൾക്കും ഈ ചർച്ചുകൾക്കും ഇങ്ങനെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു അവസ്ഥയിലാണ് ജനങ്ങൾ എത്തിയിട്ടുള്ളത്. റസൂൽ തന്നെ ഇങ്ങനെയും പറയുകയുണ്ടായി, യഅതി അലന്നാസു സമാനുൻ യതബാഹൗന ബിൽ മസാജിദി സുമ്മ ലാ യഅ്മുറൂനഹാ ഇല്ലാ ഖലീലാ. യഅതി അലന്നാസു സമാൻ, ജനങ്ങൾക്കൊരു കാലം വരാനിരിക്കും, അന്നവർ യതബാഹൗന, അവർ പെരുമ നടിക്കും, ബിൽ മസാജിദി, പള്ളികളുടെ പേരിൽ, സുമ്മ ലാ യഅ്മുറൂനഹാ ഇല്ലാ ഖലീലാ, പള്ളി അങ്ങനെ എടുത്തിടും, അത് പരിചരിക്കാൻ ആളുണ്ടാവില്ല. അതാണ് സത്യം. പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി, യഅതി അലന്നാസു സമാൻ لا يبقى من الإسلام إلا اسمه ولا يبقى من القرآن إلا رسمه مساجدهم عامرة وهي خراب من الهدى. റസൂൽ പറയാണ്, ഒരു കാലഘട്ടം വരും അന്ന് ഇസ്ലാം പേരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ഇസ്ലാം മുസ്ലിങ്ങളെ പേരുണ്ട്, വേറൊന്നുമില്ല, മുസ്ലിമാണ്. എന്തുകൊണ്ട്? മാപ്പിളയാണ്, ഒരു പേരിൽ മാത്രം. പിന്നെ ഖുർആൻ ഇവിടെ ഉണ്ട്. എങ്ങനെ? ഖുർആനിൽ ലിപികൾ മാത്രം ബാക്കിയാകും. ഖുർആൻ നോക്കിയാൽ ഏഴിൽ അവിടെ നിയമങ്ങളൊന്നും ആരുടെ ജീവിതത്തിലും കാണാത്തൊരു കാലം വരും. അന്നത്തെ കാലത്തിന്റെ പ്രത്യേകത എന്താ റസൂൽ പറയുന്നത്? മസാജിദുഹും ആമിറ, അവരുടെ പള്ളികൾ വലിയ വൻകൂട്ടം പള്ളികളായിരിക്കും. വലിയ ഖറാബുൻ മിനൽ ഹുദാ, സന്മാർഗം തൊട്ട് തീണ്ടിയിട്ടുണ്ടാവില്ല. പള്ളിയുടെ ഇമാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഇങ്ങനെ പെയിന്റ് അടിച്ച് ഇങ്ങനെ വർണ്ണ ബൾബുകളൊക്കെ തൂക്കി ഇങ്ങനെ അലങ്കരിക്കലല്ല. പിന്നെന്താണ്? അതൊരു നിലക്കുള്ള പരിചരണം. രണ്ടാമത്തെ പരിചരണത്തിനാണ് ഇസ്ലാം പ്രാധാന്യം കൽപ്പിച്ചത്. അതെന്താ? അവിടെ കൃത്യമായി സന്ദർശിച്ചുകൊണ്ടും കൃത്യമായി നമസ്കാരം നിർവഹിച്ചുകൊണ്ടും പടച്ചതമ്പുരാന്റെ സ്മരണകൾ പുതുക്കിക്കൊണ്ടും അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടും ഖുർആൻ പാരായണം നടത്തിക്കൊണ്ടും സജീവമാക്കലാണ് പള്ളിയുടെ ശരിയായ പരിപാലനം. അത് നഷ്ടപ്പെടുന്ന ഒരു കാലം വരും. ശരിയല്ലേ? ലോകത്ത് എല്ലാ മഹല്ലുകളിലും പരിശോധിച്ച് നോക്കിയാൽ എല്ലാവരും മത്സരിക്കണം. ഒരു രാജാവ് ഞങ്ങൾക്ക് ഇത്ര ആള് മത്സരിക്കുന്ന ഏറ്റവും വലിയ പള്ളി ഉണ്ട് എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്ത് ഭരണാധികാരി പറയുന്നു എല്ലാവരേക്കാളും വലിയ പള്ളി ഞാനിത് അടുത്തന്നെ നിർമ്മിക്കുന്നു. ഇങ്ങനെ അതിലിങ്ങനെ അഭിമാനം കൊള്ളുകയാണ് ജനങ്ങൾ. എന്നാൽ അവിടെ എത്ര ആൾ നിസ്കരിക്കാറുണ്ട്? എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഗൾഫ് നാടുകളിൽ നിന്ന് എത്തുന്ന പണങ്ങൾ കാരണം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പള്ളികൾ തലയുയർത്തി നിൽക്കുന്നു. അതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കിയാൽ പേടിയാകും. എന്താ പേടിയാകാൻ കാരണം? ഒരു കുട്ടി അവിടെ ഇല്ല. ബാങ്ക് കൊടുക്കുന്ന ആള് അയാളുടെ ജോലി എന്നുള്ള പേരിൽ അയാൾ അവിടെ ഉണ്ട്. വേണമെങ്കിൽ നിശ്ചയിക്കപ്പെട്ട ഇമാമും. സുബഹി സമയത്ത് പല പള്ളികളുടെയും അവസ്ഥ അതാണ്. മസാജിദുഹും ആമിറ, പള്ളികളൊക്കെ വളരെ വിശാലമാണ്.
വളരെയധികം മനോഹരമാണ്, പവിത്രമായ രൂപത്തിൽ അവർ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സന്മാർഗത്തിന്റെ ശബ്ദങ്ങളോ സന്മാർഗത്തിന്റേതായ ലക്ഷണങ്ങളോ അടയാളങ്ങളോ ആ പള്ളികളിൽ നിന്ന് കാണുന്നില്ല. ആ ഒരവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകാലത്ത് തന്നെ ഈ സമൂഹത്തോട് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്.